നമസ്കാരം. നമസ്കാരം സാറേ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ എന്ന് തന്നെ പറയാം, ആ മുന്നണിയെ നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ കണക്കറ്റി ചീത്ത പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രാദേശിക പാർട്ടി പ്രവർത്തകൻ്റെ വിവരം പോലും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണ് സാർ രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പിണറായി വിജയനെ പ്രകോപിപ്പിച്ച സംഭവം എന്താണ്? ഒന്നുമല്ലെങ്കിൽ രണ്ടുപേരും ഒരു മുന്നണിയുടെ നേതാക്കളല്ലേ, എന്നിട്ടും എന്തിനാണ് ഇദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? അല്ല, അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു അസ്വാഭാവിക സംഭവമല്ല. ഇതെല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും നടക്കാം. രാഹുൽ ഇങ്ങനെ സ്ഥിരം ലാലു പ്രസാദിന്റെ, മമതയുടെ, സ്റ്റാലിന്റെ ഒക്കെ വായിലിരിക്കുന്ന കേൾക്കാറുണ്ട്. ഇതിന് മാത്രം തെറ്റ് അദ്ദേഹം എന്താണ് ചെയ്തത്? എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ചെയ്ത ഒരു തെറ്റേ ഉള്ളൂ, ഇവരുടെ എല്ലാം നേതാവായി ഇരിക്കാമെന്ന് മോഹിച്ചതാണ്. കാരണം അതിലിരിക്കുന്ന പലരുടെയും രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ നിലവാരവും അവർക്ക് വോട്ട് പിടിക്കാനുള്ള കഴിവും വെച്ച് നോക്കുമ്പോൾ രാഹുൽ ശിഷ്യനാണ്, ബാലനാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നാൻ വഴിയുള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ബാലകബുദ്ധിയിലാണ് ഇപ്പോഴും അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മമതാ ബാനർജിക്ക് നോക്കുമ്പം എൻ്റെ ബംഗാളിൽ വന്ന ഒരു വോട്ട് പോലും എനിക്ക് വേണ്ടി പിടിച്ചു തരാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇനി സ്റ്റാലിനും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെ വന്നിട്ടും ഇദ്ദേഹം വലിയ വോട്ടൊന്നും പിടിക്കാനായിട്ട് പോകുന്നില്ല. എന്തിന് കോൺഗ്രസിനെ തന്നെ നിലനിർത്താനുള്ള വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പിന്നെ ഇത് ബീഹാറിൽ ഉപ്പുവച്ച കലം പോലെ, ബീഹാറിലെ പരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലാലു പ്രസാദ് യാദവും ഇദ്ദേഹവും തമ്മിലും ഒക്കെ ഉണ്ടായ ചണ്ടകൾ, അല്ലേ? അതെ, ലാലു പ്രസാദിന്റെ പുത്രനുമായിട്ട് ഒക്കെ ഉണ്ടായ ചണ്ടകൾ നമുക്കറിയാവുന്നതാണ്. ഇവിടെ കയറിപ്പോരെന്നാണ് പറഞ്ഞത് അഖിലേഷ്, പിന്നെ നമ്മുടെ തേജസ്വി യാദവ് ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞു ഇദ്ദേഹം ഇവിടെ വേണ്ട. അവസാനം നമ്മുടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയിരുന്ന അശോക് ഗെഹ്ലോട്ടിനെ അങ്ങോട്ട് അയച്ചിട്ട് കാല് തിരുമ്മിയാണ് ഒരു വിധത്തിൽ ലാലുവിൻ്റെയും മകൻ്റെയും അമ്മയുടെയൊക്കെ തൃപ്തി പിടിച്ചു പറ്റി ഇദ്ദേഹത്തിനെ അവിടെ ഇറക്കാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇവിടെ ഈ സ്ഥലത്ത് കണ്ടുപോകരുത്, ബീഹാറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വോട്ടും കൂടെ പോകുമെന്നാണ് പറഞ്ഞത്. ഇത് തന്നെയായിരുന്നു മഹാരാഷ്ട്രയിലെ അവസ്ഥ. ഇത് തന്നെയാണ് അഖിലേഷ് യാദവും പറഞ്ഞത്. ഞങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചതാ നടക്കുന്നു എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെജ്രിവാൾ നേരത്തെ മനസ്സിലാക്കി, കെജ്രിവാളും നല്ലപോലെ തെറി കൊടുത്തുകൊണ്ടിരുന്നു. ഇവിടെ പക്ഷേ ഇതിന് വ്യത്യസ്തമായിരുന്നു. ഇവിടെ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പിണറായി വിജയനെ ഒന്നും പറയാറില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് പറയുന്നത് എന്തിനാണ്? ഇവിടെ 2021 ഇലക്ഷനിലൊക്കെ അദ്ദേഹം ഇവിടെ വന്നിട്ട് നരേന്ദ്രമോദിക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അസംബ്ലി ഇലക്ഷന്. അതെ. അപ്പോൾ അതെന്തിനാണ് പറയുന്നത്? നിങ്ങൾ പറയേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ എതിരാളിയായിരിക്കുന്ന, നിങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് അരിവാൾ ചിറ്റി നക്ഷത്രത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെയൊക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി, ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇത്തവണ എനിക്ക് ഒന്ന് കനകോല് പറഞ്ഞു കാണും, അങ്ങനെ വിട്ടാൽ പറ്റില്ല, നിങ്ങൾ ആഞ്ഞടിക്കണം. വന്നു കഴിഞ്ഞാൽ സാർ ഈ പിണറായി വിജയനല്ല, ഇവിടെ മോദിയല്ല, ഇവിടെ പിണറായി വിജയനാണ്. അപ്പോൾ ഈ നോട്ട് കൊടുത്താലേ പുള്ളി പറയുള്ളൂ. അതും കയറുന്നതിന് മുമ്പേ കൊടുക്കണം, കീ കൊടുക്കുന്ന പോലെ. അതും കയറുന്നതിന് മുമ്പേ കൊടുക്കും. ഒരുപാട് മുമ്പേ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഇത് മറന്നു പോകും. പിന്നെ വായിക്കുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് അധികവും ഈ നോട്ട് കൊടുത്താൽ ഈ നോട്ട് തന്നെ ഒരാൾ കാറിലിരുന്ന് റിമൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മുഴുവൻ വായിച്ച് പുള്ളി എടുക്കാറില്ല. അപ്പം അതിനുള്ള സമയമില്ലാഞ്ഞിട്ടാണോ, സാവകാശം ഇല്ലാഞ്ഞിട്ടാണോ, ക്ഷമയില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും കോൺഗ്രസിൽ തന്നെ ഇത് വളരെ സ്പഷ്ടമായിട്ട് എം പിമാരും ഒക്കെ പറയുന്നതാണ്. അദ്ദേഹം പുസ്തകം എന്ന് പറഞ്ഞ സാധനം തുറന്നു നോക്കാറില്ല. എഴുത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിഷിദ്ധമാണ്. അതുകൊണ്ട് എഴുതി കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയെ പൊതുവെ പറയുന്നത്. എന്തായാലും ഇവിടെ വന്ന് ഇത്തവണ ഇത് ഇപ്പോഴല്ല, നമ്മുടെ ആദ്യത്തെ യാത്ര അവസാനിച്ച പുത്തരിക്കണ്ടം മൈതാനത്ത് വന്നും തിരുവനന്തപുരത്ത് അദ്ദേഹം പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ജയിലിൽ പോകാത്തത്, എന്തുകൊണ്ടാണ് ED കേസെടുത്തിട്ട് അദ്ദേഹത്തിനെ വെറുതെ വിടുന്നത്, എനിക്ക് 36 കേസുണ്ട്, അദ്ദേഹത്തിനെതിരെ എന്താണ് ഉള്ള കേസുകളിലും അല്ലെങ്കിൽ അസാധ്യതയുള്ളതിലും പോലും ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് പോകുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു മൃദു സമീപനം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? ഇരട്ടത്താപ്പ്. മൃദു സമീപനം എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറയാം,
ഇരട്ടത്താപ്പ് എന്തുകൊണ്ട് ശ്രമിക്കുന്നത്? ഇദ്ദേഹത്തിനെ നേരത്തെ പിടിച്ച് അകത്താക്കേണ്ടതല്ലേ? എന്നെ നിങ്ങൾ എത്ര പ്രാവശ്യം ചോദ്യം ചെയ്തു? എന്നെ എത്ര പ്രാവശ്യം ഇടി ഒന്ന് കണ്ടു, ചോദ്യം ചെയ്തു, 2-3 പ്രാവശ്യം എന്നെ വയ്യാത്ത അമ്മയെ എല്ലാം അവിടെ 24 മണിക്കൂറൊക്കെ പിടിച്ചിരുത്തിരുന്നില്ലേ? ഇതൊന്നും ചെയ്യാത്തത്. മരുമോനെ അളിയനെ പിടിച്ചിരുത്തി കുടുംബസമേതം സകുടുംബം പിടിച്ചിരുത്തിയാണ് ഇദ്ദേഹത്തിന്. പിന്നെ ചിദംബരത്തിനെ പിടിച്ച് അകത്തിടുകയും ചെയ്തു, 2 ദിവസം ഇടുകയും ചെയ്തു. അപ്പോൾ ഇത് എല്ലാം നോക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവർ തമ്മിലൊരു അന്തർധാര ഉണ്ട്. അത് CJP ആണ് എന്ന് പച്ചയ്ക്ക് എങ്ങനെ പറഞ്ഞു. അത് ശരി, വ്യക്തമായിട്ട് പറഞ്ഞു. CJP എന്ന വാക്ക് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി. അത് ഇന്നലെ കാർഗെയും പറഞ്ഞു. അപ്പൊ കാർഗെയും കൂടെ പറയാൻ തുടങ്ങിയപ്പോഴായിരിക്കും പക്ഷെ സാർ ഈ സിക്ക് ഒരു കുഴപ്പമുണ്ട്. അതിനെ വേണമെങ്കിൽ കോൺഗ്രസ് എന്ന് വ്യാഖ്യാനിക്കാം. അതെ അത് എക്സ്പ്ലെയിൻ ചെയ്തുമില്ല. CJP എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അത് കോൺഗ്രസിനും ചില സ്ഥലങ്ങളിൽ ബാധകമായിരിക്കാം. അത് അദ്ദേഹം വ്യക്തമാക്കാത്തതായിരിക്കാം. എന്തായാലും CJP എന്ന് പറഞ്ഞ് അതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും പ്രകോപിപ്പിച്ച്. അതല്ലേ, മുഖ്യമന്ത്രിക്ക് പിന്നെ ജ്യോത്സ്യത്തിലൊക്കെ വലിയ വിശ്വാസമാണ്. കെജ്രിവാളിനെ എന്താ അകത്താക്കത്തെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കെജ്രിവാൾ അകത്തായി. ഈ കരുനാക്കുകാരന് എന്റെ പേര് പറഞ്ഞു 1-2 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ പിന്നെ മോദിയുടെ EDയോ NIAയോ ആരെങ്കിലും വന്ന് എന്നെയും അകത്താക്കുള്ളൂ എന്ന് അദ്ദേഹത്തിന് ഭയം തോന്നിയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇച്ചിരി വിശ്വാസം കൂടുതലാണ്. ഈ കരുനാക്കുകാരൻ കെജ്രിവാളിനെ പറഞ്ഞ് അകത്താക്കിയ പോലെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കെജ്രിവാളിനെ ഇദ്ദേഹം ഡൽഹി ഞാൻ കേട്ടത് ആ വാർത്തയിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട് കെജ്രിവാളിന്റെ കാര്യം. കെജ്രിവാളിനെ നിങ്ങൾ അതുപോലെ ഡൽഹിയിൽ ചെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആരോപണം ഉന്നയിച്ചതും പരാതി കൊടുത്തതും കോൺഗ്രസ് ആണ്. അത് കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞപ്പോൾ കെജ്രിവാൾ അകത്തായി. ഇപ്പൊ അദ്ദേഹത്തിന് വെറുതെ വിട്ടു. പക്ഷെ എത്ര നാൾ അദ്ദേഹം അകത്ത് കടന്നു, എത്ര നാള് ആരോപിതനായിട്ട് കടന്നു, അതിനുശേഷം അദ്ദേഹം താഴെ പോയില്ലേ? അപ്പൊ ഇതുപോലെ എന്നെ താഴെ ഇറക്കാനും ജയിലിൽ കയറ്റാനും ആണോ ഈ കരുനാക്കുകാരൻ വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതാണ് അദ്ദേഹത്തിന് ഇത്ര ദേഷ്യം വന്നത്. അത് വലിയ ടെൻഷനുള്ള സമയമാണ്. അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ മാത്രമല്ല, അദ്ദേഹത്തിന് ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ തമിഴൻ പറയുന്ന പോലെ മനം എങ്കയോ അങ്ങേ ഉടൽ പോകരുത് യോഗ എന്ന് പറയും. അതുപോലെ ഈ ശരീരം, നമ്മുടെ മനസ്സ് പോകുന്നിടത്ത് ശരീരം പോയില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പരാജയപ്പെടും. ആ ഒരു സ്റ്റേജിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടോയെന്ന് അദ്ദേഹം പറയാതെ പറയുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് പലപ്പോഴും പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്നില്ല. സ്വന്തം പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിഭാഗീയത, പടലപ്പിണക്കങ്ങള് ഭയങ്കരമായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. മുമ്പത്തെ വിഭാഗീയത എന്ന് പറയുന്നത് 2 നേതാക്കൾ തമ്മിലാണ്. അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ്. ഒന്നുമല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിലെങ്കിലും രണ്ടുപേരും അടുത്തടുത്തിരുന്ന അല്ല, അവർ 2000 മുതൽ 2016 വരെ നടത്തിയിരുന്ന പരസ്പര വേട്ടയും കുതികാൽ വെട്ടും പ്രശ്നങ്ങളും എല്ലാം പാർട്ടിക്ക് ക്ഷീണം വന്നിട്ടുണ്ടെങ്കിലും ഈ 2 പേര് തമ്മിലായിരുന്നു അടി. അവസാനം 2 പേരും കൂടെ ഒന്നിച്ചിരിക്കാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2016 ഒന്നിച്ച് ഇലക്ഷനെ നേരിട്ടു. ധർമ്മടത്ത് VS പോയി പിണറായിക്ക് വേണ്ടി പ്രചരണം നടത്തി. ആ ഇലക്ഷനിൽ തൂത്തുവാരി സീറ്റ് പിടിച്ചു. അപ്പോൾ ആദ്യത്തെ അവരുടെ കണ്ടീഷൻ 2.5 വർഷം VS ആയിരിക്കും മുഖ്യമന്ത്രി, അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യ ലെഗ് VS ആയിരിക്കും മുഖ്യമന്ത്രി, അത് കഴിഞ്ഞിട്ട് പിണറായി ആയിരിക്കും എന്നാണ്. പക്ഷെ എന്തായാലും VSന് വലിയൊരു അബദ്ധം പറ്റി. VS സ്വന്തം ആൾക്കാരെ ഒന്നും MLA ആക്കുന്നതിന് വലിയ ശ്രദ്ധിച്ചില്ല. ഓഫർ കിട്ടിയല്ലോ. പിന്നെ സീതാറാം യെച്ചൂരിയും പറഞ്ഞിട്ടുണ്ട്, അത് ഞാനും കൂടെ ഉറപ്പാക്കിയ കാര്യമാണ്, നമ്മളത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് 2016 മന്ത്രിയാവാൻ ഒരു വലിയ ചതിയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഷൂവായി പോയത്. അദ്ദേഹത്തിന് പിന്നെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിട്ടും ഒക്കെ VSന് സ്ഥാനം കൊടുത്തെങ്കിലും അദ്ദേഹം അതിനകത്ത് സംതൃപ്തനല്ല, വിഷണ്ണനായിരുന്നു. അതുതന്നെയാണ് പിന്നെ അദ്ദേഹം ശാരീരികവും മാനസികവും കായികവും ഒക്കെ ആയിട്ട് നല്ല ബലത്തിൽ നടന്നിരുന്ന VS വളരെ പെട്ടെന്ന് ഡൗണായി. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളിലായി. 2021 മത്സരിച്ചില്ലല്ലോ അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് അതിനുശേഷം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെ അങ്ങനെയാണ് അദ്ദേഹത്തിന് പോകാൻ പറ്റിയത്. ഇങ്ങനെ പല കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇപ്പം പണ്ടത്തെ പോലെ ഇത് പറ്റുന്നില്ല. പണ്ടെന്ന് വെച്ചാൽ ഒരു യോഗം നടക്കുമ്പോഴേ, ഞാൻ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ വളരെ അധികം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് നല്ലപോലെ അറിയാം. ഒരു യോഗം നടക്കുകയാണെങ്കിൽ ആ യോഗത്തിൻ്റെ ഫുൾ കൺട്രോൾ പിണറായി വിജയനായിരിക്കും. അത് കളക്ടർമാരുടെ കോൺഫറൻസ് ആണെങ്കിൽ ഇരിക്കുന്ന 14 കളക്ടർമാരും എന്ത് പറഞ്ഞാലും അത് അവസാനം അദ്ദേഹം
പിണറായി വിജയൻ പറഞ്ഞതിൽ കൊണ്ട് എത്തിക്കുകയും ആ മീറ്റിംഗ് അങ്ങനെ സമാപിപ്പിക്കുകയും ചെയ്യും. MPs കോൺഫറൻസാണ്. ഭൂരിഭാഗം MPമാരും കോൺഗ്രസിൽ നിന്നുള്ളവരാണ്. ഒരാൾ ചിലപ്പം BJP എന്നുള്ളതായിരിക്കും, ഒരാൾ CPM എന്നുള്ളതായിരിക്കും. അപ്പോൾ 18ഉം 1ഉം 2ഉം ആയിരിക്കുമെങ്കിൽ പോലും ആ MPs കോൺഫറൻസിൽ മുഴുവൻ പേരെയും കൊണ്ട് അദ്ദേഹം ഒരു CPM-ന് അനുകൂലമായ ഒരു ഐഡിയ കൊണ്ടുവന്ന് അത് സ്റ്റേറ്റിൻ്റെതാണെന്ന് പറഞ്ഞ് സ്റ്റേറ്റിൻ്റെതായിട്ട് സെൻട്രലിൽ കൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരു മീറ്റിംഗ് നടത്താനുള്ള മിടുക്ക് അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ മിനിറ്റ്സ് അത്തരത്തിലാക്കാനും അദ്ദേഹത്തിന് മിടുക്കുണ്ട്. ഏറ്റവും വലിയത് ഞാൻ കണ്ടത് ഒരു സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ കോട്ടയത്ത് ഹാളിൽ ഒരു അവസാനം ഈ VS പക്ഷവും പിണറായി പക്ഷവും തമ്മിലടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മഴ ഉണ്ടായിരിക്കുമ്പോൾ ഒരു ടവൽ അദ്ദേഹം തലയിൽ ഇട്ടുകൊണ്ട് വന്നിട്ട് ടവലോ എന്തോ തലയിൽ ഇട്ടുകൊണ്ട് വന്നിട്ട് അദ്ദേഹം മൈക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് മര്യാദക്ക് എല്ലാവരും അടങ്ങി ഒതുങ്ങി നിന്നോണം, ഇല്ലെങ്കിൽ എല്ലാത്തിനും ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് നിർത്തുന്ന 2-3 പ്രാവശ്യം വന്നിട്ട് നിർത്താതെ വന്നപ്പോൾ ഇനി ഞാൻ പാർട്ടി പ്രവർത്തകരോട് പറയണം എന്താണ് ചെയ്യേണ്ടതെന്ന്. എല്ലാവരെയും മര്യാദയ്ക്ക് നിർത്താൻ പറഞ്ഞു. അതോടുകൂടി VS പക്ഷത്തിൻ്റെ വന്നവനെല്ലാം അടിച്ചൊതുക്കി സംഗതി 10 മിനിറ്റ് കൊണ്ട് കൊടിയുടെ പിടി വടിയായി മാറി. അടി കൊടുത്ത് ഒതുക്കി ആ സ്റ്റേഡിയത്തിൽ നിന്ന ജനതയെ മുഴുവൻ അദ്ദേഹം ഒറ്റക്കൈയിൽ പിടിച്ചു നിർത്തി. ഇന്ന് അദ്ദേഹത്തിന് അതിനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അദ്ദേഹത്തിന് കണ്ണൂരിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങളും അതിനുശേഷം ഉണ്ടായ പൊട്ടിത്തെറികളും അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ആലപ്പുഴയിൽ കണ്ണൂർ ഇതുപോലെ ഒരു പാർട്ടിയുടെ ഈറ്റില്ലമാണെങ്കിൽ അടുത്ത ഈറ്റില്ലമായ ആലപ്പുഴയിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഇത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്മിത സുന്ദരേശൻ വർക്കലയിൽ കൂടെ നടന്നിട്ട് പിറ്റേ ദിവസം താമര അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്ന് സ്ഥാനാർത്ഥിയായി. വെറുവാളല്ല, ഏരിയ സെക്രട്ടറി ആയിരുന്ന സുന്ദരേശന്റെ മകൾ, ഏരിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നയാള്, ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, അതുപോലെ തന്നെ അവരുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം ഒക്കെ ആയ സ്മിത ഇന്ന് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനെതിരെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരുമായിട്ടാണ് ഇവിടുത്തെ DCC സെക്രട്ടറി കമ്മിറ്റി സെക്രട്ടറിയുമായിട്ടാണ് അല്ലേ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി ജോയിയോട് ഏറ്റുമുട്ടും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കമ്മിറ്റി അംഗമാകുന്നതിനേക്കാൾ വലുതാണ് ഒരു ജില്ലാ സെക്രട്ടറി. 14 ജില്ലകളിലെ ഒരു സെക്രട്ടറി എന്ന് പറയുന്നത് വളരെ പവർഫുൾ പോസ്റ്റാണ്. ഇതും തിരുവനന്തപുരത്തെ, അതായത് 14-ൽ 13 തൂത്തുപറക്കിയെടുത്ത തിരുവനന്തപുരം മണ്ഡലത്തിലെ MLA-മാരെ സൃഷ്ടിച്ച അവിടെയാണ് വിള്ളൽ വന്നിരിക്കുന്നത്. മനസ്സിലായി? ചിലരുടെ കാര്യമല്ല. അപ്പം BJP-യെ മാത്രം നേരിട്ടാൽ പോരാ, പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളും നേരിടണം. അപ്പോൾ അദ്ദേഹം വളരെ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീൺവാക്കുകൾ പോലും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചെറ്റത്തരവെന്നും ഒക്കെയുള്ള പദപ്രയോഗങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യഭിചരിച്ച് നടക്കുന്നവനെ പാർട്ടിക്കകത്ത് കൊണ്ടു നടക്കില്ലേ എന്ന് പറയുന്നത്, ഇതെല്ലാം അദ്ദേഹം സ്വയം കല്ലേറ് വാങ്ങിക്കണം. ഇത്തരം അബദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരാറില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് MLA-യും നേതാവും എല്ലാം ഇത്തരം വിമർശനങ്ങളിൽ പെട്ടവരാണ്. അപ്പൊ അദ്ദേഹം മിണ്ടാതിരിക്കുകയല്ലേ വേണ്ടത്. എന്നാൽ അദ്ദേഹം അത് പരസ്യമായിട്ട് പറയുകയും തിരിച്ച് കല്ലേറ് വാങ്ങിക്കാൻ ഇങ്ങനെയൊന്നും അദ്ദേഹം ചെയ്യാറില്ല. അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ അവസ്ഥയിലായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് മാത്രമാണോ ഈ രാഹുലിനെതിരെ ഇത്രയും രൂക്ഷമായ ഒരു ആക്രമണം? രാഷ്ട്രീയമായ മറ്റെന്തെങ്കിലും കാരണം അതിനുണ്ടോ? രാഷ്ട്രീയമായി മറ്റൊരു കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ല. ഇപ്പോൾ അവർ വേറൊരു മുന്നണിയിലേക്ക് പോകാനോ ഒന്നുമില്ല. LDF-ഉം തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലല്ല ഇപ്പോൾ കേരളത്തിൽ. BJP-യും കൂടി അതിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും 140 മണ്ഡലങ്ങളിലും BJP കരുത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നല്ല, പക്ഷേ ഒരു 1/3 മണ്ഡലങ്ങളിലെങ്കിലും BJP ശക്തമായി മത്സരിക്കും. തീർച്ചയായിട്ടും 50 മണ്ഡലങ്ങളിൽ BJP ത്രികോണ മത്സരമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് ഈ ഡീൽ എന്ന് പറയുമ്പം പെട്ടെന്ന് പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഈ വാക്ക് പറയുമ്പോൾ ഉണ്ടാകുന്നതെന്നറിയാമോ? ഒന്നാമത് മരുന്നിന് പോലും ഒരു മുസ്ലിം വോട്ടോ ന്യൂനപക്ഷ വോട്ടോ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനൊരു ആക്കം കൂട്ടാൻ ഇയാളുടെ വാചകം മതി. കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ദൈവം രാഹുൽ ഗാന്ധിയാണ്. പാണക്കാട് ശിഹാബ് തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുസ്ലിമായിട്ടുള്ള ജനങ്ങൾ ഇവിടുത്തെ മുസ്ലിം ലീഗ് കാണുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ആ ഒരാളിനെ, രാഹുൽ ഗാന്ധിക്ക് ഒരു ആപത്ത് വന്നാൽ, പ്രിയങ്കയ്ക്ക് ഒരു ആപത്ത് വന്നാൽ വയനാട് മണ്ഡലം വിട്ടുകൊടുക്കുന്ന മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ ആദ്യം ചാടി ഇറങ്ങുന്നത് മുസ്ലിം ലീഗ്. തീർച്ചയായിട്ടും അവരുടെ ആത്മാർത്ഥത കൊണ്ട് അവർ പച്ചക്കൊടി ഒരുപാട് ഉയർത്തിയപ്പോഴാണ് അന്ന് പ്രശ്നമായത്. കാരണം അവരെ ഉള്ളു ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ. കോൺഗ്രസ്സുകാരൊന്നും അവിടെ മരുന്നിനില്ല.
അപ്പം അവരെന്ത് ചെയ്തു, നമ്മുടെ വീട്ടിലിരിക്കുന്ന കൊടി, നമ്മുടെ ഓഫീസിൽ ഇരിക്കുന്ന കൊടി എടുത്തുകൊണ്ട് വന്നു, വീശിയപ്പോഴാണ് അത് മോദിക്ക് അനുഗ്രഹമായത്. മുഴുവനും അവർ പറഞ്ഞത് പാകിസ്ഥാൻകാർ മുഴുവൻ ഇവിടെ വന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണം നടത്തുമെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടായി. അപ്പം ഇങ്ങനെ പല ആംഗിൾ അതിനകത്തുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ മണ്ണ് തൻ്റെ കാൽക്കീഴിൽ നിന്ന് ഒലിച്ചു പോകുന്നുവെന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. അത് ഒതുക്കി നിർത്തേണ്ട അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. അതിനും കൂടി ആയിരിക്കാം ഈ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി ഒരു ആയുധമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഉപയോഗിച്ചതാണ് എന്ന് കരുതാൻ സാധിക്കില്ല. ഇല്ല, അങ്ങനെ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രയോജനമില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ആയുധം ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക നേട്ടമൊന്നും ഉണ്ടാകാനില്ല. എന്ത് നേട്ടമാണ് ഉണ്ടാകാനില്ല? ഇപ്പോൾ BJP-ക്കാർക്ക് അതുകൊണ്ടൊന്നും ഒരു സിമ്പതിയും പുതുമയും തോന്നാനില്ല. 2 BJP വോട്ടെങ്കിലും ഇതിനകത്ത് വരട്ടെ എന്ന് വെച്ചാൽ അതും കിട്ടിയില്ല. മോദിയെ തെറി പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും വല്ല മുസ്ലിം വോട്ടോ ക്രിസ്ത്യൻ വോട്ടോ ചിലപ്പം വന്നു പെട്ടെങ്കിൽ അത്രയുമായിരുന്നു. അല്ല, അതിന് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതാണ് ഈ ഡീൽ പറയുന്നത്. കോൺഗ്രസുമായി ഡീലുണ്ട് എന്ന് RSSനും BJP-ക്കും ഡീലുണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അങ്ങനെയെങ്കിലും ഒരു 4 മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഇങ്ങോട്ട് വരണമെങ്കിൽ വന്ന് വോട്ട് ചെയ്യുന്നെങ്കിൽ അതാണ് ഡീലിൻ്റെ ഇതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള ഡീല് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞു. ഇന്നലെ ഖാർഗെ വന്ന് കോഴിക്കോട് വന്നടിച്ചു. ഇതെല്ലാം ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് CJP എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ പേര് തന്നെ മാറ്റിയത്. അവരെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിൻ്റെ ഒരു പ്രയോഗം കൂടെ ഉണ്ട് അതിനകത്ത്. കാരണം ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറിയേക്കാൾ വലിയ പദവിയിലാണ് ശ്രീമാൻ പിണറായി വിജയൻ ഇരിക്കുന്നത്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ പാർട്ടിയില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് പിന്നെ അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി രാജ്യങ്ങളിലൊക്കെ ഈ പാർട്ടി സെക്രട്ടറിയും പിന്നെ പാർലമെന്ററി പോസ്റ്റും ഒരാൾ തന്നെയാണ് വഹിക്കാറ്. ഇവിടെ പിന്നെ അത് മര്യാദകേടാണെന്ന് പലരും പറയുമെന്ന് വിചാരിച്ചിട്ട് ഫാസിസമാണെന്നുള്ള ആക്ഷേപം വരും. അതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന ഒരു തൻ്റെ ഒരു പാവയെ സെക്രട്ടറി അദ്ദേഹം വിട്ടുകൊടുത്തിരിക്കുന്നു. എന്തായാലും സാർ, ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിന് എന്തൊക്കെ മറുപടി കൊടുക്കും എന്നറിയില്ല. ഇപ്പോൾ തന്നെ തുടങ്ങി. VD സതീശനും മറ്റുമൊക്കെ വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പ്രതികരണങ്ങൾ വരാനിരിക്കുന്നു. എന്തായാലും കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു അസ്വസ്ഥത ജനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ കരുനാക്കാണ്, എന്ത് സംഭവിക്കാം. കേജ്രിവാളിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഭയം. കേജ്രിവാളിന് സംഭവിച്ച ആ ഒരു തിരിച്ചടി അത് തനിക്കും വരുമോ എന്ന ഭയം നമ്മുടെ മുഖ്യമന്ത്രിയെയും പിടികൂടിയിരിക്കുന്നു എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അദ്ദേഹം താഴെ ഇറങ്ങിയ പോലെ ഇവിടെയും താഴെ ഇറങ്ങേണ്ടി വരുമോ? അതിന് ഈ രാഹുൽ ഗാന്ധിയുടെ കരുനാക്ക് ഒരു കാരണമാകുമോ എന്നൊരു ഭയമുണ്ട്. ഇറങ്ങിയാൽ അഴിയിലേക്കാണോ, അതും ഭയമുണ്ട്. അതെ. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.